എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇലക്ഷനാണ്. അപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും വോട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം വോട്ട് ചെയ്യുക. ഇന്ന് 6 മണി വരെ നമുക്ക് സമയമുണ്ട്. മാക്സിമം എല്ലാവരും പോയി വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യാതെ ആരും ഇരിക്കല്. ഞാൻ ഏതായാലും വോട്ട് ചെയ്ത് രാവിലെ പോയി. അപ്പം മാക്സിമം എല്ലാവരും വോട്ട് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന പഠനശാഖയുടെ പേരാണ് സെഫോളജി. അപ്പോൾ സെഫോളജി എന്താണ്? തെരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന പഠനശാഖയാണ് സെഫോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വ്യവസ്ഥകൾ കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടന തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വ്യവസ്ഥകൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന്. ക്ലിയർ ആയേ? അപ്പോൾ അടുത്തത് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ക്ലിയർ ആയ? അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951, 1952 കാലഘട്ടങ്ങളിൽ. അപ്പോൾ 1951, 52 കാലഘട്ടത്തിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ക്ലിയർ ആയ? അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പ്രായം ഏതാണ്? 25 വയസ്സ്. അപ്പോൾ 25 വയസ്സുള്ള ഏതൊരാൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്നതാണ്. അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പ്രായം 25 വയസ്സാണ്. അതുപോലെ തന്നെയാണ് നിയമസഭയിൽ 25 വയസ്സാണ്. അപ്പോൾ 25 വയസ്സുള്ള ഏതൊരാൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിയാണ് ലോക്സഭ നിയമസഭ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറഞ്ഞത്. അപ്പം പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിയാണ് ലോക്സഭയിലും നിയമസഭയിലും നമ്മൾ അങ്ങനെയാണ് ചെയ്തു വരുന്നത്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിയാണ് ലോക്സഭ നിയമസഭ. അതുപോലെ തന്നെ മായ്ക്കാനാവാത്ത മഷി ഉപയോഗിച്ച് ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1962. അപ്പോൾ 1962 നമ്മുടെ കയ്യിലിടുന്ന മഷി, മായ്ക്കാനാവാത്ത വിധത്തിലുള്ള മഷി ഉപയോഗിച്ച ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1962. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളുടെ കയ്യിലിടുന്ന ആ മഷിയില്ലേ, വോട്ട് ചെയ്തിട്ട് ആ മഷി ആദ്യമായിട്ട് ഉപയോഗിച്ച തെരഞ്ഞെടുപ്പ്, അതായത് മായ്ക്കാനാവാത്ത മഷി ആദ്യമായി ഉപയോഗിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് 1962. ക്ലിയർ ആയ? അതുപോലെ തന്നെ ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം, അതായത് നാഷണൽ വോട്ടേഴ്സ് ഡേ. അപ്പോൾ നാഷണൽ വോട്ടേഴ്സ് ഡേ അഥവാ ദേശീയ സമ്മതിദായക ദിനം എന്നാണ് ജനുവരി 25. അത് 2011 മുതലാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക നാഷണൽ വോട്ടേഴ്സ് ദിനമായി ആചരിച്ച് തുടങ്ങിയത്. അതുപോലെ തന്നെ അടുത്തത് നോട്ട മീൻസ് നൺ ഓഫ് ദ എബോ. അതായത് നമ്മളിപ്പം വോട്ട് ചെയ്യാൻ പോകുന്ന കാൻഡിഡേറ്റ് ഒന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാൻഡിഡേറ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് നൺ ഓഫ് ദ എബോ, അതായത് നോട്ടയ്ക്ക് ഇടാവുന്നതാണ്. നോട്ടയ്ക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതായത് ഇത്രയേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളെ ആരോടും താല്പര്യമില്ലാത്ത വോട്ടർമാർക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനായി വോട്ടിംഗ് യന്ത്രത്തിൽ ചേർത്തിരിക്കുന്ന പ്രത്യേക സംവിധാനമാണ് നോട്ട അതായത് നൺ ഓഫ് ദ എബോ. അപ്പം നോട്ടയെക്കുറിച്ച് നമുക്ക് കുറച്ച് ചെറിയൊരു പോയിന്റ് പഠിക്കാം. ആ നോട്ട ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. നോട്ട ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ്. അതുപോലെ തന്നെ നോട്ട ആദ്യമായിട്ട് നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശാണ്. ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. നോട്ട ആദ്യമായിട്ട് നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശാണ്. അതുപോലെ തന്നെ നോട്ട നിലവിൽ വന്ന 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പം നോട്ട നിലവിൽ വന്ന 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പം നോട്ട നിലവിൽ വന്ന 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയത് എവിടെയാണ്? ഏത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്? 16ാമത്തെ ലോക്സഭയിലെ പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ നോട്ട രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ നോട്ടയ്ക്ക് ചിഹ്നം ഏർപ്പെടുത്തിയത് 2015 തെരഞ്ഞെടുപ്പ്. അപ്പോൾ 2015 തെരഞ്ഞെടുപ്പിലാണ് നോട്ടയ്ക്ക് ചിഹ്നം ഏർപ്പെടുത്തിയത്. അപ്പോൾ നോട്ടയ്ക്ക് ചിഹ്നം ഏർപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് ഏതാണ്? 2015 തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ നോട്ടയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ്. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ് നോട്ടയുടെ ചിഹ്നം രൂപപ്പെടുത്തിയത്. അതുപോലെ തന്നെ നോട്ടയ്ക്ക് ചിഹ്നം ഏർപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് എന്നാണ്? 2015 തെരഞ്ഞെടുപ്പ്. 2015 തെരഞ്ഞെടുപ്പിലാണ് നോട്ടയ്ക്ക് ചിഹ്നം ഏർപ്പെടുത്തിയത്. അതുപോലെ തന്നെ കേരളത്തിൽ ഇതോടെ അറിഞ്ഞിരുന്നു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയത് മലപ്പുറം മണ്ഡലത്തിലാണ് 2014 തെരഞ്ഞെടുപ്പിൽ. അതുകൂടെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നോട്ട ആദ്യമായി നടപ്പിലാക്കിയത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി നോട്ട നടപ്പിലാക്കിയ മണ്ഡലം ന്യൂഡൽഹി മണ്ഡലമാണ്. അപ്പോൾ ക്ലിയർ ആയി?
അപ്പോൾ അടുത്തത് നമുക്ക് പഠിക്കാം. മദ്യനിരോധനം തെരഞ്ഞെടുപ്പിന് 48 മണിക്കൂർ. ഇമ്പോർട്ടൻ്റ് ആണ്. മദ്യനിരോധനം തെരഞ്ഞെടുപ്പിന് 48 മണിക്കൂറിന് മുമ്പ് നിർത്തുന്നതാണ്. അതായത് മദ്യനിരോധനം നടപ്പിലാക്കുന്നത് 48 മണിക്കൂർ മുമ്പാണ്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ലോക്സഭ ഇലക്ഷൻ 2024 കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അതായത് ലോക്സഭ ഇലക്ഷൻ 2024 കുറച്ച് പോയിന്റ്സ് പഠിക്കാം. അതായത് 2024 നടക്കുന്നത് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് 2024 നടക്കുന്നത്. അത് 7 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ 2024 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് കേരളത്തിൽ, അതായത് ഇന്ന് നമുക്ക് രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുപോലെ തന്നെ വോട്ടെണ്ണൽ വരുന്നത് ജൂൺ 4-നാണ്. അപ്പോൾ ജൂൺ 4-നാണ് വോട്ടെണ്ണൽ വരുന്നത്. അടുത്തത് ആകെ ലോക്സഭാ സീറ്റുകൾ 543 സീറ്റുകളിലാണ് മത്സരം നടക്കുന്നത്. 543 സീറ്റുകളിലാണ് ഇന്ത്യയിൽ ലോക്സഭയിൽ മത്സരം നടക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ 20 സീറ്റുകളുണ്ട്. കേരളത്തിലെ ടോട്ടൽ ലോക്സഭാ സീറ്റുകൾ 20ഉം ഇന്ത്യയിൽ 543 ലോക്സഭാ സീറ്റുകളും അതുപോലെ തന്നെ കേരളത്തിൽ 20 സീറ്റുകളും 20 സീറ്റുകളിൽ 2 സംവരണ മണ്ഡലങ്ങളും ഉണ്ട്. അപ്പോൾ സംവരണ മണ്ഡലങ്ങളുടെ പേര് ഓർത്ത് വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ആലത്തൂരും മാവേലിക്കരയുമാണ് കേരളത്തിലെ 2 സംവരണ മണ്ഡലങ്ങളുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളും 9 രാജ്യസഭാ സീറ്റുകളുമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. നമ്മൾ കേട്ടിട്ടില്ലേ ഉത്തർപ്രദേശ് ആര് കൂടുതൽ സീറ്റുകൾ പിടിക്കുന്നു അവർ ഇന്ത്യ ഭരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ ട്രോളുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോഴത്തന്നെ ഓർത്ത് നോക്കുക, ഏകദേശം 80 ലോക്സഭാ സീറ്റുകളാണ് ഉത്തർപ്രദേശിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അതുപോലെ തന്നെ കേരളത്തിൽ 20 സീറ്റാണുള്ളത്. 2 സംവരണ മണ്ഡലങ്ങളുണ്ട്, ആലത്തൂരും മാവേലിക്കരയും. ടോട്ടൽ 543 സീറ്റും. അപ്പം ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം, അതായത് ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലമാണ് ലഡാക്ക്. അപ്പോൾ ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലമാണ് ലഡാക്ക്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമാണ് ഡൽഹിയിലെ ചാന്ദിനി ചൗക്ക് ആണ് ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം. അതായത് ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലുത് ലഡാക്ക് മണ്ഡലവും അതുപോലെ തന്നെ ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൗക്കും ഡൽഹിയിലെ. അതുപോലെ തന്നെ കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം മൽക്കജ്ഗിരിയാണ്. അപ്പം മൽക്കജ്ഗിരിയാണ് കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം മൽക്കജ്ഗിരിയാണ്. ഈ മൽക്കജ്ഗിരി എവിടെയാണ്? തെലുങ്കാനയിലാണ്. തെലുങ്കാന സംസ്ഥാനത്തിലെ ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ തെലുങ്കാനയാണ്. അപ്പോൾ തെലുങ്കാനയിലെ മൽക്കജ്ഗിരിയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലമാണ് ലക്ഷദ്വീപ്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള മണ്ഡലമാണ് ലക്ഷദ്വീപ്. അപ്പം ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് 80 സീറ്റ്, കേരളത്തിൽ 20 സീറ്റ്, 2 സംവരണ മണ്ഡലങ്ങൾ. അതുപോലെ തന്നെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക്, ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൗക്ക്, ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം മൽക്കജ്ഗിരി തെലുങ്കാന, ഏറ്റവും കുറവ് വോട്ടർമാരുള്ള മണ്ഡലം ലക്ഷദ്വീപ്. അപ്പം അതുപോലെ തന്നെ ലോക്സഭ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അംഗത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പോൾ 5 വർഷമാണ് ലോക്സഭാ അംഗത്തിൻ്റെ കാലാവധി. അതുപോലെ തന്നെ വോട്ട് ചെയ്യാനുള്ള ഏറ്റവും ചെറിയ പ്രായം 18 വയസ്സാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇലക്ഷനോട് ബന്ധപ്പെട്ട് പെട്ടെന്നൊരു വീഡിയോ ചെയ്തതാണ്. ഇലക്ഷനോട് ബന്ധപ്പെട്ടുള്ളൊരു ചെറിയൊരു ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇലക്ഷനോട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ LDC പോലുള്ള എക്സാംസിനൊക്കെ വേണ്ടിയുള്ള കറണ്ട് അഫെയർ GK പാട്ടിലെ എല്ലാ ക്ലാസ്സസും നമ്മൾ ഇടുന്നുണ്ട്. മാക്സിമം നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് അമർത്തി വെക്കുക. അപ്പോൾ ആ ക്ലാസ്സസോടെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാവരും പോയി അവരവരുടെ അതായത് ഇന്ത്യയിലെ പൗരൻ്റെ ഒരു അവകാശമാണ് വോട്ടിടുക എന്നുള്ളത്. ആ അവകാശം എല്ലാവരും പോയി നിർവഹിക്കുക. വോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാൻഡിഡേറ്റിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. വോട്ട് ചെയ്യുക. അപ്പോൾ ആരും വോട്ട് ചെയ്യാതിരിക്കല്, എല്ലാവരും മാക്സിമം പോയി വോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ കാണുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് അമർത്തി വെക്കുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.